രഞ്ജിനി ചേച്ചി പൂയി. അതെ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ മിനിറ്റ്. അതായത് ചേച്ചി ജന്തർ മന്ദറിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചിട്ടെ, അപ്പോൾ ഇവർ ഈ ആർട്ടിക്കിൾ 370 ആയിട്ട് ഇവരുടെ സമരത്തിന് എന്താ ബന്ധം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാശ്മീരിൻ്റെ പ്രത്യേക പദവിയെ അതുമായിട്ട് ഇവരുടെ സമരത്തിന് എന്താ ബന്ധം? കാരണം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടല്ലോ. രഞ്ജിനി ചേച്ചി എന്തായാലും ജന്തർ മന്ദറിൽ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. അഭിജിത്ത് മോനും ഒക്കെ ആയിട്ട് നല്ല കമ്പനിയാണെന്നൊക്കെയാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അഭിജിത്ത് മോനോടൊക്കെ ഒന്ന് ചോദിക്കാവോ, ഇതെന്താണ് നിങ്ങൾ ഈ ആർട്ടിക്കിൾ 370 ആയിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഈ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞല്ലോ, ഇനി അത് നിങ്ങൾക്ക് പുനഃസ്ഥാപിക്കണോ? എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്നൊന്ന് ചോദിക്കാവോ? നമ്മുടെ പ്രശ്നം എന്നാണെന്നറിയോ, നമ്മൾ ചോറാണ് തിന്നുന്നത്, ചപ്പാത്തി തിന്നാറില്ല. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. ഞാൻ പിന്നെ ഇടയ്ക്ക് കാലം ചപ്പാത്തി കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഹിന്ദിയൊക്കെ മനസ്സിലായി. അപ്പോൾ അത് തന്നെയാണോ എന്ന് ഒന്ന് നോക്കിയിട്ടൊന്ന് പറയാമോ? ഞാൻ എന്തായാലും പ്ലേ ചെയ്യാം. 370 के प्रोटेक्शन जो हमें इस कॉन्स्टिट्यूशनल फ्यूचर ने दिए थे, आज मैं इस मंच से मंच से सवाल करना चाहता हूँ, क्या आपको कभी भी ये सोचने का मौका दिया गया कि आप ये सवाल करें कि क्या 370 पाकिस्तान के कॉन्स्टिट्यूशन ने दिया था या हिंदुस्तान के कॉन्स्टिट्यूशन ने दिया था? ये कॉन्स्टिट्यूशनल गारंटीज इस मुल्क की थी। कश्मीर जब कॉन्स्टिट्यूशनल गारंटीज की बात करता है, अपने मुल्क की कॉन्स्टिट्यूशन गारंटीज की बात करता है, किसी एक मुल्क के बारे में बात नहीं करता। आप खुशकिस्मत है क्या आप बात कर पाते हैं? कश्मीर का जब बात करें तो उसमें यूएपीए लगाया जाता है, पीएसए लगाया जाता है, जेल में भरा जाता है। आप खुशकिस्मत है, आप खुशकिस्मत है, आप उस दर्द से नहीं गुजरते और हम नहीं चाहते कि आप उस दर्द से गुजरे, और हम नहीं चाहते कि आप उस दर्द से गुजरे। इसलिए जहाँ पे भी आप कॉन्स्टिट्यूशनल वैल्यूज की बात करते हैं, जस्टिस की बात करते हैं, प्रिंसिपल्स की बात करते हैं, चाहे कश्मीर हो चाहे कन्याकुमारी हो, जस्टिस के लिए, इक्वालिटी के लिए हम सभी एक है, हम सभी आपके साथ हैं. കാശ്മീരിൻ്റെ പ്രത്യേക പദവിയായിട്ടുള്ള ആർട്ടിക്കിൾ 370 ഇന്ത്യൻ ഭരണഘടന നൽകിയിട്ടുള്ളതാണ്. അതെ, ഇന്ത്യൻ ഭരണഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ടെമ്പററി ആണ്, ഇത് എടുത്ത് കളയണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എടുത്ത് കളഞ്ഞു. ഇപ്പം എന്താ പ്രശ്നം? എന്നാ തിരിച്ചു വേണോ? ഇതിപ്പോൾ നീറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങളൊന്നും അല്ലേ ഇതിനിടയ്ക്ക് ഇതുകൊണ്ട് കുത്തിക്കയറ്റുന്നത്? ചേടാ, അവർ സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പിടിച്ച് ജയിലിലിടും. ഇവരുടെ ഈ സ്വന്തം അവകാശങ്ങൾ എന്താണെന്നൊക്കെ നമുക്കറിയാം കേട്ടോ. ആ അവസ്ഥ നമുക്ക് വരാൻ പുള്ളി ആഗ്രഹിക്കുന്നില്ല പോലും. ആ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിച്ചാൽ മതി, ഒരു കുഴപ്പവുമില്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീതിക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും വേണ്ടി പോരാടുന്നവരുടെ ഒപ്പം ഞങ്ങളുണ്ട് പോലും. ഭയങ്കര ഇതെല്ലാം സമ്മതിച്ചു. പക്ഷേ എന്താണ് ഈ നമ്മൾ നീറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഈ പ്രൊട്ടസ്റ്റിനകത്ത് എന്തിനാണ് ഈ ആർട്ടിക്കിൾ 370 ഒക്കെ കുത്തിക്കയറ്റുന്നതെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാമോ? അതാ ഞാൻ പറഞ്ഞത്, രഞ്ജിനി ചേച്ചി പറ്റുവാണെങ്കിൽ ആ അഭിജിത്ത് മോൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ചോദിക്കുക കേട്ടോ, പ്ലീസ്. പിന്നെ വളരെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നതെന്നാണ് നമ്മൾ രഞ്ജിനി ചേച്ചി പറഞ്ഞത്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ട് നോക്കാം. അതിന്റെ പുറകെ മറ്റൊരു വീഡിയോ കൂടെ കാണിക്കാം. ആ ഏരിയയിലേക്കാണ് സംസദിലേക്കുള്ള മാർച്ച് പോകേണ്ടത്. ജന്തർ മന്തർ ഇസ് ഹിയർ. സോ ആ ഏരിയയിലേക്ക് രാവിലെ 9 മണിക്ക് പോകേണ്ട മാർച്ച് പെർമിഷൻ ഇല്ല എന്ന് പറയുന്ന സാധനമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഇതിനകത്ത് ഇവരെ ബാരിക്കേഡ് ചെയ്ത് 3 ലെയർ ആയിട്ടുള്ള ബാരിക്കേഡ്സ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ 3 ലെയർ ബാരിക്കേഡ്സ് ക്രോസ് ചെയ്ത് പോയത് ആരൊക്കെയാണോ അവരെയൊക്കെ ഇൻഹ്യൂമൻ ആയി നിങ്ങൾ കണ്ട വീഡിയോസ് ഒക്കെ അവരെ ഈ സംസദ് വരെ എത്തുന്ന ആൾക്കാരെ, ഓൺ ദ വേ പോകുന്ന ആൾക്കാരെ ലാത്തി ചാർജ് ചെയ്ത് ടിയർ ഗ്യാസ് ചെയ്ത വിഷ്വൽസ് ആണ്. ഇവരാരും പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരാൾ പോലും അവിടെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല. അവർ കയ്യിൽ ഒന്നെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ലീഡേഴ്സിന്റെ പിക്ചർ, റോസാപ്പൂ, ഫ്ലാഗ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള കാര്യം, വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇവരെല്ലാവരും പെരുമാറുന്നത്. റോസാപ്പൂ ഒക്കെ ആയിട്ടാ കേട്ടോ അവർ വന്നത്. എന്നാ പിന്നെ റോസാപ്പൂ വെച്ച് വലിച്ചെറിഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ടർ ഓടുന്നത് കാണണോ? റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറാണ് ഓടുന്നത്. ഇങ്ങോട്ട് എടുത്ത് എറിഞ്ഞൊരു കല്ലാണ്. വീണ്ടും കല്ല് വരുന്നു. കല്ലുകൾ വരുന്നു. ഈ കല്ലുകൾ എടുത്ത് എറിയാണ്. കല്ലുകളെടുത്ത് എറിയാണ്. ഇപ്പോഴിവിടെ വന്ന ഒരു കല്ലാണ്. ഇപ്പോഴിവിടെ ഇങ്ങോട്ട് എടുത്ത് എറിഞ്ഞൊരു കല്ലാണ്. വീണ്ടും കല്ല് വരുന്നു. കല്ലുകളെടുത്ത് എറിയുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഏതായാലും ഒരു പോലീസ് അങ്ങനെ ഓടാതെ എൻ്റെ പൊന്നു റിപ്പോർട്ടർ. അത് റോസാപ്പൂ ആണെന്നല്ലേ രഞ്ജിനി ചേച്ചി പറഞ്ഞത്. റോസാപ്പൂ നേരത്തെ വരുമ്പോഴത്തേക്കും ഓടാവോ? ഓടരുത്, അത് റോസാപ്പൂ ആണ്. റോസാപ്പൂ റോസാ. പിന്നെ ഈ റോസാപ്പൂ വെച്ച് എറിഞ്ഞിട്ട് കുറച്ച് പോലീസ് വാഹനങ്ങളൊക്കെ തകർന്നിട്ടുണ്ടേ. ആ പടങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ആ 1, ആ 2, ആ 3, ആ 4, 5, 6 കണ്ടോ? ഇതെല്ലാം റോസാപ്പൂ വെച്ചെറിഞ്ഞപ്പോഴത്തേക്കും മറിഞ്ഞ വാഹനങ്ങളാണ്. കണ്ടില്ലേ? വണ്ടികളെല്ലാം തകിടം മറിഞ്ഞിരിക്കുക. എന്നാലും അത് എന്തൊരു റോസാപ്പൂ അവിടെ. ആ റോസാപ്പൂവിൻ്റെ ഒരു പവറേ. ശരിക്കും പറഞ്ഞാൽ ഇത് നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട സമരം മാത്രമാണോ എന്നാണ് ഒരു സംശയം. അതെ രഞ്ജിനി ചേച്ചി, പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ചേച്ചി ആ ഡൽഹിയിലെ ജന്തർ മന്ദറിലെ പരിപാടിയൊക്കെ കഴിയുവാണെങ്കിൽ നേരെ നമ്മുടെ നാട്ടിലോട്ടൊന്ന് പറഞ്ഞേ. നാട്ടിൽ കുറച്ച് ഉദ്യോഗാർത്ഥികളെ PSC എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വന്ന പിള്ളേരെ അവർക്ക് ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണ് മണ്ണ് വാരി തിന്നുന്നു. അങ്ങനെ കുറച്ച് സമരപരിപാടികളൊക്കെ ആയിട്ട് അവർ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നെങ്കിലേ
നല്ലതായിരുന്നു എന്നാണ് നമ്മളെപ്പോഴും ഈ വടക്കോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട്. ശരിയാണ്, നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം വീണ്ടും പരീക്ഷ നടത്തി റിസൾട്ട് വന്നു, കുറച്ച് പേരെ പിടിച്ച് അകത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നാണ് പറയുന്നത്. ഇനി വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് കഴിയുമ്പോഴത്തേക്കും പറയും ഇനി പ്രധാനമന്ത്രി രാജിവെക്കണം എന്ന് പറയും. അങ്ങനെ ചുമ്മാ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടൊക്കെ പോകും. ഇപ്പം ശരിക്കും പറഞ്ഞ് ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇവരെയും മറ്റുമൊക്കെ എന്നാ പറയും പിന്തുണയ്ക്കാനായിട്ടൊക്കെ പോകുന്നതേ. ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം, നമുക്ക് പിന്തുണയ്ക്കാം. പക്ഷേ ഇവരുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടല്ലോ. പക്ഷെ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെപ്പോഴും വടക്കേന്ത്യയിലോട്ട് മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ. ഇതും കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കും പ്ലീസ്.